ഒരു വശത്ത് രാജ്യം വീണ്ടെടുക്കാനുള്ള ഒരു ജനതയുടെ കാത്തിരിപ്പ്, അതിനിടെ ആ രാജ്യം തങ്ങൾക്കും മാത്രം അവകാശപ്പെട്ടതെന്ന വാദവുമായി മറ്റൊരു രാജ്യം, പിന്നാലെ ഇതേ അവകാശവാദവുമായി മറ്റു ചിലരും എത്തി, ഉടമസ്ഥരുടെ സമ്മതമില്ലാതെ അത് വിലയ്ക്ക് വാങ്ങാൻ. ഇവിടെ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് ശക്തരാണ്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ഡെൻമാർക്ക്, റഷ്യ, ചൈന, ഒപ്പം ഗ്രീൻലാൻഡും. ഈ കഥ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് തീർച്ചയായും ഗ്രീൻലാൻഡിനെ ചുറ്റിയാണ്. ആഗോള താപനത്തെ തുടർന്ന് പ്രകൃതിക്ക് സംഭവിച്ച മാറ്റം ഒരു രാജ്യത്തിന്റെ ഭാവി തുലാസിലാക്കിയത് എങ്ങനെയെന്ന് ഗ്രീൻലാൻഡ് കാണിച്ചു തരുന്നു. ഗ്രീൻലാൻഡിനെ ഒപ്പം നിർത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പോരും കടുക്കുകയാണ്. എന്താണ് ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? അധിനിവേശമോ വിലക്കെടുക്കലോ ഗ്രീൻലാൻഡിനെ കാത്തിരിക്കുന്നത് എന്ത്? ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് വാങ്ങുക എന്നത് ട്രംപ് കരുതും പോലെ അത്ര എളുപ്പമാണോ? വിഷയത്തിൽ യൂറോപ്യൻ യൂണിയന്റെ താൽപര്യമെന്ത്? ബിയോണ്ട് ദി ബോർഡേഴ്സ് പരിശോധിക്കുന്നു. ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അമേരിക്ക ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കും. ട്രംപ് അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനു മാത്രം എന്താണ് ഗ്രീൻലാൻഡിലുള്ളത്? ഒറ്റ വാക്കിൽ അത് ഉത്തരം പറയുക പ്രയാസമാണ്. 57,000 ജനങ്ങൾ മാത്രമുള്ള ഐസുശിലകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്, അതാണ് ഗ്രീൻലാൻഡ്. സ്വതന്ത്ര രാജ്യമാണെങ്കിലും ഡെൻമാർക്കിന്റെ കൈവലയത്തിലാണ് ഇന്നും ഗ്രീൻലാൻഡ്. ഒരു കാലത്ത് ഡെൻമാർക്കിന്റെ കോളനിയായിരുന്നു. പിന്നീട് സ്വയംഭരണ പ്രദേശമായി സ്ഥാനക്കയറ്റം ലഭിച്ചെങ്കിലും ഇന്നും ഡെൻമാർക്കിന്റെ ഭാഗമാണ്. 2009 പോലീസിംഗ്, തീരസംരക്ഷണം, വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം തുടങ്ങിയ മേഖലകളിലെ നിയമപരമായ നിയന്ത്രണാധികാരം ഗ്രീൻലാൻഡിന് നൽകിയപ്പോൾ വിദേശകാര്യം, പ്രതിരോധം, കറൻസി എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഡെൻമാർക്കിന്റെ കീഴിൽ തന്നെ നിലനിർത്തി. മീൻപിടുത്തമാണ് ഇവിടുത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗം. ഒപ്പം ഡെൻമാർക്ക് നൽകി വരുന്ന സബ്സിഡികളും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ തൂണായി വർത്തിക്കുന്നു. അത് ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനായി നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ ആവശ്യമാണെന്ന് മാത്രം. ഈ കരുതലിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള ഡെൻമാർക്കിന്റെ തന്ത്രമാണ് ഈ ത്യാഗം. ട്രംപാണ് ഗ്രീൻലാൻഡിനെ ലോകത്തിനു മുന്നിൽ ഒരു ചർച്ചാ വിഷയമാക്കിയത്. 2019 ഗ്രീൻലാൻഡ് വാങ്ങുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നീട് ബൈഡന്റെ കാലവും കഴിഞ്ഞ് 2025 ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. ഗ്രീൻലാൻഡിലെ ധാതു കലവറയെ തേടി ലോക ശ്രദ്ധയെത്തുമെന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടതും വൈറ്റ് ഹൗസ് ആയിരുന്നു. യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ട്രംപിന് പ്രിയപ്പെട്ടതാകാൻ കാരണം ഐസുശിലകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ധാതു കലവറയാണ്. കോടിക്കണക്കിന് മൂല്യമുള്ള അപൂർവ ധാതു സമ്പത്താണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് എണ്ണയാണ് ലോകത്തിന്റെ ഗതി നിർണയിച്ചിരുന്നതെങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരികയാണ് മിനറൽസ്. അത് കൈക്കലാക്കി കൂടുതൽ ശക്തനാകുക എന്നതാകണം ട്രംപിന്റെ ഉദ്ദേശം. ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ആവശ്യമായ ഒരുപാട് ധാതുക്കളാൽ സമ്പന്നമാണ് ഗ്രീൻലാൻഡ്. അപൂർവ ഭൗമ മൂലകങ്ങൾ, ഹരിതോർജ്ജ സാങ്കേതിക വിദ്യകൾക്കായി ഉപയോഗിക്കുന്ന നിർണായക ധാതുക്കൾ തുടങ്ങി ഫോസിൽ ഇന്ധന ശേഖരം വരെ ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ധാതു സമ്പത്തിന്റെ കാര്യത്തിൽ ചൈനയാണ് മുൻപന്തിയിൽ. US തങ്ങൾക്ക് ആവശ്യമായ മിനറൽസിനെ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് ചൈനയെ തന്നെ. അതിൽ നിന്ന് മുക്തരാകുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്ന ആലോചനയിലാണ് ട്രംപും കൂട്ടരും. അതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഗ്രീൻലാൻഡ് പ്രേമവും എന്ന നിഗമനത്തിലാണ് നിരീക്ഷകർ. ഇതിന്റെ ഭാഗമെന്നോണം 2025 ഡിസംബർ 22 ലൂസിയാനയുടെ ഗവർണർ ജെഫ്രി ലാൻഡ്രിയെ പ്രത്യേക ഉപദേശകനായി ഗ്രീൻലാൻഡിൽ നിയമിച്ചു കഴിഞ്ഞു. പഴയ മിലിറ്ററി ഉദ്യോഗസ്ഥനായ ജെഫ്രി ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള നീക്കത്തെ പിന്തുണച്ചിരുന്ന വ്യക്തിയാണ്. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളാൽ ആ ദ്വീപ് ചുറ്റപ്പെടുമെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ധാതു സമ്പത്തും മാത്രമാണോ ട്രംപിന്റെ ലക്ഷ്യം, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് ആവശ്യമാണെന്ന നിലപാടിലാണ് ട്രംപ്. ലോകചക്രം തങ്ങളുടെ കയ്യിലാണെന്നും അത് മറ്റൊരാൾക്കും കൈമാറാൻ തയ്യാറല്ലെന്നും ട്രംപ് പറയാതെ പറയുന്നു. വളരെ തന്ത്രപ്രധാന മേഖലയാണ് ഗ്രീൻലാൻഡ്. 2ാം ലോക മഹായുദ്ധ കാലത്താണ് അമേരിക്ക ഇത് തിരിച്ചറിയുന്നത്. അന്ന് ജർമ്മനിയുടെ നാസി പട്ടാളക്കാരിൽ നിന്നും ഡെൻമാർക്കിന് രക്ഷാകവചം ഒരുക്കിയത് അമേരിക്കയായിരുന്നു. അന്നാണ് ഗ്രീൻലാൻഡിൽ അമേരിക്ക ആദ്യമായി മിലിറ്ററി ബേസ് തുറക്കുന്നത്. ഒരു തന്ത്രപ്രധാന മേഖലയാണിതെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഗ്രീൻലാൻഡ് വാങ്ങാനായി $100 മില്യൺ ഗോൾഡ് നൽകാമെന്ന പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. എന്നാൽ ഡെൻമാർക്ക് അത് തള്ളി. ഈ കച്ചവടക്കാരൻ തൽക്കാലം ഇരു രാജ്യങ്ങൾക്കിടയിൽ രഹസ്യമായിരിക്കണമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഈ ബുദ്ധി മറ്റാർക്കും തോന്നരുതല്ലോ. ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് അങ്ങനെ എളുപ്പം എത്തരുതെന്നും അമേരിക്ക ആഗ്രഹിച്ചു. ഞങ്ങൾ അതൊന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമില്ലെന്ന മട്ടിൽ അങ്ങ് തുടർന്നു.
ശീതസമരകാലത്ത് നാറ്റോ സഖ്യം രൂപീകൃതമായതിനു പിന്നാലെയാണ് നാറ്റോയുടെ ഭാഗമായി US സൈന്യത്തെ ഗ്രീൻലാൻഡിൽ തുടരാൻ ഡെൻമാർക്ക് അനുവദിക്കുന്നത്. 1951 ഇതുമായി ബന്ധപ്പെട്ട ട്രീറ്റിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഇതുകൂടാതെ അമേരിക്കയുടെ ഒരു റഡാർ സ്റ്റേഷനും ഗ്രീൻലാൻഡിലുണ്ട്, പിറ്റോഫിക് സ്പേസ് ബേസ്. ശീതസമരകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നും വരുന്ന മിസൈലുകളെ ഡിറ്റക്ട് ചെയ്യുകയും അതിനെ നിർവീര്യമാക്കാനുമുള്ള അമേരിക്കയുടെ പ്രതിരോധം. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയ US നീക്കത്തിന് പിന്നാലെ അടുത്ത ലക്ഷ്യം ഗ്രീൻലാൻഡ് ആണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്ക ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തില്ലെങ്കിൽ ചൈനയോ റഷ്യയോ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് ട്രംപിന്റെ പേടി. ആഗോളതാപനം മൂലം ആർട്ടിക്കിൽ മഞ്ഞുരുകി തുടങ്ങിയപ്പോൾ വടക്കൻ സമുദ്രത്തിലൂടെയുള്ള പുതിയ വ്യാപാര പാതകൾ തുറന്നു വരികയാണ്. അതിലൊന്നാണ് നോർത്ത് വെസ്റ്റ് പാസേജ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ആർട്ടിക് സമുദ്രം വഴി ബന്ധിപ്പിക്കുന്ന പാത. കാനഡയുടെ വടക്കു ഭാഗത്തുള്ള ആയിരക്കണക്കിന് ദ്വീപുകൾക്കിടയിലൂടെയുള്ള ജലപാതകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ പാതയുടെ ഭൂരിഭാഗവും കാനഡയുടെ പരിധിയിലാണെങ്കിലും അമേരിക്കയും റഷ്യയും ചൈനയും വലിയ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. നോർത്തേൺ സീ റൂട്ട്, റഷ്യയുടെ വടക്കൻ തീരങ്ങളിലൂടെ കടന്നു പോകുന്ന കപ്പൽ പാത. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പാത. ചെങ്കടലിലെയും സൂയസ് കനാലിലെയും രാഷ്ട്രീയ സംഘർഷങ്ങളോ കടൽക്കൊള്ളക്കാരുടെയോ ശല്യമില്ലാത്ത സുരക്ഷിതമായ പാതയാണിതെന്ന് റഷ്യ പറയുന്നു. ആർട്ടിക്കിലെ കട്ടിയുള്ള മഞ്ഞുപാളികൾ മുറിച്ചുമാറ്റി കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ഐസ് ബ്രേക്കറുകൾ ആവശ്യമാണ്. ലോകത്ത് ഇത്തരത്തിലുള്ള കപ്പലുകൾ ഏറ്റവും കൂടുതലുള്ളത് റഷ്യക്കാണ്. ഈ പാതയ്ക്ക് സംരക്ഷണം നൽകാനായി റഷ്യ ആർട്ടിക് മേഖലയിൽ നിരവധി സൈനിക താവളങ്ങൾ നിർമ്മിച്ചിട്ടുമുണ്ട്. ട്രാൻസ്പോളർ സീ റൂട്ട്, ആർട്ടിക് സമുദ്രത്തിന് തൊട്ടു നടുവിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക കപ്പൽ പാത. ഒരു രാജ്യത്തിന്റെയും പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പെടാത്തതിനാൽ കപ്പലുകൾക്ക് ഒരു രാജ്യത്തിന്റെയും അനുവാദമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലനുസരിച്ച് 2030-40 ആകുമ്പോഴേക്കും വേനൽക്കാലത്ത് ഈ മേഖലയിലെ മഞ്ഞ് പൂർണ്ണമായും ഇല്ലാതാകും. ആ സമയം ഐസ് ബ്രേക്കറുകളുടെ സഹായമില്ലാതെ തന്നെ സാധാരണ കപ്പലുകൾക്കും ഈ വഴി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നിഗമനം. ഈ കപ്പൽ പാതകൾ സഞ്ചാരയോഗ്യമാകുന്നതോടെ നേട്ടങ്ങളേറെയുണ്ട്. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ വഴിയുള്ള ദൂരത്തേക്കാൾ വളരെ കുറവാണ് ഈ പാത. ഈ പാതയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ ഗ്രീൻലാൻഡിന്റെ സ്ഥാനം വളരെ നിർണായകമാണ്. ചുരുക്കി പറഞ്ഞാൽ പുതിയ ഷിപ്പിംഗ് റൂട്ടും ധാതു കലവറയുടെ സാധ്യതകളുമാണ് ഗ്രീൻലാൻഡിനെ പ്രതിസന്ധിയിലാക്കിയത്. ഗ്രീൻലാൻഡിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും US-ന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. ഒരു വശത്ത് ദ്വീപ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കം, മറുവശത്താകട്ടെ യൂറോപ്പും ഗ്രീൻലാൻഡിനായി പിടിവലിയിലാണ്. 84% ഗ്രീൻലാൻഡ് ജനതയും ഡെൻമാർക്കിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. പൂർണ്ണമായും സ്വതന്ത്രരാകണമെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. അതിനായി സാമ്പത്തിക പിന്തുണ ഗ്രീൻലാൻഡ് തേടുന്നുമുണ്ട്. സമ്പത്തിനുള്ള മൂലധനം തങ്ങളുടെ പക്കലുണ്ടെങ്കിലും അത് വീണ്ടെടുക്കുക എന്നത് ചെലവേറിയതാണ്. അതിന് സാമ്പത്തിക പിന്തുണ കൂടിയേ തീരും. അതിന്റെ ഭാഗമായി ധാതു പര്യവേഷണത്തിനായി US-ഉം യൂറോപ്യൻ യൂണിയനുമായി ഗ്രീൻലാൻഡ് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ സ്വതന്ത്ര രാജ്യപട്ടം നേടാനുള്ള നീക്കത്തിലാണ് ഗ്രീൻലാൻഡ്. അതാണ് ഡെൻമാർക്കിനെ ഭയപ്പെടുത്തിയതും. തങ്ങളുടെ കൈപ്പിടിയിൽ നിന്നും അതിനിർണായകമായ ഗ്രീൻലാൻഡ് വഴുതി പോകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡെൻമാർക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടുന്നത്. ഗ്രീൻലാൻഡിനോട് യൂറോപ്യൻ യൂണിയനുള്ള താല്പര്യത്തിന് പിന്നിലും ധാതു കലവറ തന്നെയാണ്. ഗ്രീൻലാൻഡിന്റെ അമേരിക്കൻ താല്പര്യം ട്രംപ് ഒരു അവസരമായി കാണുന്നു. വൈസ് പ്രസിഡന്റ് വാൻസും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രീൻലാൻഡുമായി ചർച്ചകൾ നടത്തി വരികയാണ്. എന്താണ് ചർച്ചയിലെ അജണ്ടകൾ എന്ന് വ്യക്തമല്ല. അമേരിക്കൻ നീക്കം മുന്നിൽ കണ്ട് ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിന്റെ ആ തലസ്ഥാനമായ ന്യൂക്കിലേക്ക് രഹസ്യാന്വേഷണ ദൗത്യത്തിന്റെ ഭാഗമായി സൈനികരെ വിന്യസിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തില്ലെങ്കിൽ ചൈനയോ റഷ്യയോ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നാലെയുള്ള മറുപടി. എന്താകും ഗ്രീൻലാൻഡിന്റെ ഭാവി? ഗ്രീൻലാൻഡിന്റെ ജനതയെ കാത്തിരിക്കുന്നത് സ്വാതന്ത്ര്യമോ അതോ മറ്റൊരു തടവുകാലമോ? വൈകാതെ അറിയാം.